SNDP നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ. SNDP അവരുടെ ദർശനങ്ങളിൽ നിന്ന് മാറി സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വഴങ്ങിയെന്നാണ് വിമർശനം. SNDP രൂപീകരിക്കപ്പെട്ടത് ആ ദർശനങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിന്റെ ചാതുർവർണ്ണത്തിന്റെ വക്താക്കളുടെ ഇടയിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന വർത്തമാനകാലത്താണ് നാം PKCയുടെ ഓർമ്മകൾ പുതുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നവോത്ഥാനപരമായ മുന്നേറ്റങ്ങളെ വർഗപരമായ കാഴ്ചപ്പാടോടുകൂടി ഇടപെടുകയും അതിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തി മുന്നോട്ട് പോവുകയുമാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് എങ്കിൽ ആ സംഘപരിവാർ ചെയ്യുന്നത് ഈ ശ്രീനാരായണ ദർശനം മുന്നോട്ട് വെച്ച നവോത്ഥാനത്തിന്റെ ആശയങ്ങളെ ആകെ തകർത്ത് ചാതുർവർണ്ണത്തിന്റെ ലോകത്തേക്ക് ഈ നാട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇതിനോടകം തന്നെ CPIMൽ ചർച്ചയായതാണ് വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുൻപൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അതെന്തുകൊണ്ടാണ്, ആ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പുത്തലത്ത് ദിനേശന്റെ വിമർശനം എന്താണ്? വെള്ളാപ്പള്ളി നടേശനെതിരെയാണോ വിമർശനം? അനുജ, എന്താണെങ്കിൽ SNDP നേതൃത്വത്തെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ SNDPക്കെതിരെ സംസ്ഥാന നേതൃത്വം നിലപാട് ഘടിപ്പിച്ചിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ മുഖപത്രത്തിൽ SNDPക്കെതിരെ വെള്ളാപ്പള്ളി BJPയെ സഹായിച്ചു, വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള വലിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ ചേർന്ന ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ തന്നെ ഭൂരിഭാഗം നേതാക്കളും SNDPക്ക് അത് പങ്കില്ല, വെള്ളാപ്പള്ളിക്ക് പങ്കില്ല, മലബാറിലടക്കം വോട്ടുകൾ കുറഞ്ഞത്, അതായത് ഈഴവ സമുദായത്തിന് വലിയ ഭൂരിപക്ഷമില്ലാത്ത മലബാർ മേഖലയിലൊക്കെ തന്നെ വോട്ടുകൾ കുറഞ്ഞതിൻ്റെ കുറ്റം SNDPക്കോ വെള്ളാപ്പള്ളിക്ക് നടേശനോ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ജില്ലയിലെ നേതാക്കൾ ചേരി തിരിഞ്ഞുകൊണ്ട് മഹാഭൂരിപക്ഷം നേതാക്കളുമൊക്കെ തന്നെ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാടെടുത്തു. മുതിർന്ന നേതാവ് G സുധാകരനും വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തി. വെള്ളാപ്പള്ളി പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ച നേതാവാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഇവിടെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മുതിർന്ന നേതാവ് PK ചന്ദ്രാനന്ദൻ അനുസ്മരണ പരിപാടിയിലാണ് SNDP നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങളെ തന്നെ അട്ടിമറിക്കുന്നു, നവോത്ഥാന മൂല്യങ്ങളെ തകർത്ത് SNDPയെ സംഘപരിവാറിൻ്റെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വലിയ പരിശ്രമം നടക്കുന്നു തുടങ്ങിയ രൂക്ഷ വിമർശനമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ SNDP രൂപീകരിക്കപ്പെട്ടത്, അതിനെല്ലാം ഘടകവിരുദ്ധമായി തന്നെ രൂപീകരിച്ചതിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും മാറി നവോത്ഥാന മൂല്യങ്ങളെ ഒക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടു, അജണ്ടകൾക്ക്, സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് കൂടി വഴങ്ങി എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ജില്ലയിലെ നേതാക്കൾ, പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H സലാം, ഒപ്പം തന്നെ PP ചിത്രഞ്ജൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് വരുന്ന സമയത്ത് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ വോട്ട് മറിഞ്ഞതിൽ ആലപ്പുഴയിൽ SNDPക്ക് വലിയ വേരോട്ടമുള്ള, SNDPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിൽ വോട്ട് കുറഞ്ഞത്, പല സ്ഥലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് 3ാം സ്ഥാനത്തേക്കടക്കം പോയതിൽ SNDPക്കും SNDPയെ നയിക്കുന്ന നേതാക്കൾക്കും പങ്കുണ്ടെന്ന വലിയ വിമർശനം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വീണ്ടും ഇടത് വേദിയിൽ തന്നെ CPI സംഘടിപ്പിക്കുന്ന സംഘടനാ പരിപാടിയിൽ തന്നെ ഉന്നയിക്കുന്നത്. അനുജ, മനീഷ്, ഇതിനോടകം തന്നെ പ്രീതി നടേശന്റെ നിലപാടുകൾ, അവർ ശോഭാ സുരേന്ദ്രന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയത്, തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ വിമർശന വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പേരെടുത്ത് പറയാതെയുള്ള വിമർശനമാണോ പുത്തലത്ത് ദിനേശൻ നടത്തുന്നത്? വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറയാതെ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ SNDPയെ നയിക്കുന്ന ആളുകൾ SNDPക്കെതിരെയാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചേർത്തലയിലടക്കം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ ചേർത്തല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രീതി നടേശനായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലിൽ SNDPയെയും ഒപ്പം തന്നെ ഈഴവ സമുദായത്തെയും ഒക്കെ തന്നെ BJP സ്ഥാനാർത്ഥി മുതലെടുത്തു എന്നുള്ള കണ്ടെത്തലുണ്ട്. അതിൽ വെള്ളാപ്പള്ളി നടേശന് ശോഭാ സുരേന്ദ്രന് അനുഗ്രഹം നൽകുന്നൊരു ഫോട്ടോ, ഇത് തെറ്റായി രീതിയിൽ ഈഴവ സമുദായത്തിന് വോട്ടുകൾ ലഭിക്കാൻ ഈഴവ പിന്നാക്ക തീവ്ര സമുദായങ്ങൾക്കിടയിൽ ഈ ഫോട്ടോ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. വെള്ളാപ്പള്ളിയുടെ SNDPയായും അടുത്തു നിൽക്കുന്ന ആളാണ്, ഈഴവ സ്ഥാനാർത്ഥിയാണെന്നുള്ള വലിയ പ്രചരണം ഒരു ഘട്ടത്തിൽ നടത്തി. ഇതൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. ഏറ്റവും വലിയ വിലയിരുത്തലായി പാർട്ടി ഇവിടെ കാണുന്നത് SNDP നേതൃത്വത്തെ ആരെങ്കിലും ജില്ലാ നേതൃത്വങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ കൂടി BJP SNDPയെയും ഈഴവ സമുദായത്തെയും മുതലെടുത്തു എന്നുള്ള വലിയ കണ്ടെത്തൽ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് SNDP നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷ
ഭാഷയിൽ തന്നെ ഇവിടെ നവോത്ഥാന മൂല്യങ്ങളെയൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ മൂല്യങ്ങളൊക്കെ അപ്പാടെ അട്ടിമറിക്കപ്പെട്ടു എന്ന വലിയ തരത്തിലുള്ള ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉന്നയിക്കുന്നത്. അനുജ, SNDP നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ പാർട്ടി പരിപാടിയിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നതിലൊക്കെ വലിയ വിമർശനം നടക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി അതിൽ SNDP നേതൃത്വത്തെ കുറ്റപ്പെടുത്താത്ത നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പുത്തലത്ത് ദിനേശന്റെ രൂക്ഷ വിമർശനം.